ഇന്ന് അത്തം ഇനി 10 നാൾ കൂടിയായ തിരുവോണമായി ചരിത്രപ്രസിദ്ധമായ അത്തം ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ രാജവീഥികളെ വർണ്ണശബളമാക്കിയുള്ള ഘോഷയാത്രയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ നഗറിൽ രാവിലെ 9:30 സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. അത്തച്ചമയ ഘോഷയാത്രയുടെ മന്ത്രി P. രാജീവ് പതാക ഉയർത്തും. ഹൈബി ഈഡൻ MP ഘോഷയാത്ര ഫ്ലാഗ് ഓഫും ചെയ്യും. തൃപ്പൂണിത്തുറയിൽ നിന്ന് കിരൺ കുമാർ തത്സമയ വിവരങ്ങൾ നൽകാനായി ദൃശ്യങ്ങൾ സഹിതം ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാവുകയാണ്. ഇനി 10 നാളത്തെ ഓണാഘോഷങ്ങൾക്ക് വിളംബരവുമാവുകയാണ്. ഇന്നാണ് ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര. ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകളുടെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ഉണ്ടാവുക. രാവിലെ 9 മണിക്ക് സ്പീക്കർ AN ഷംസീർ അത്തനഗറിൽ പതാക ഉയർത്തുന്നതോടുകൂടി തന്നെ ഈ ചടങ്ങുകളുടെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം ഉണ്ടാകും. പിന്നീട് മന്ത്രി P. രാജീവ് പതാക ഉയർത്തും. ഇപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇത് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. അതിപ്പോഴും പുരോഗമിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ അത്തച്ചമയത്തിന് അതിൻ്റെ വർണ്ണപ്പകിട്ടേകുന്നത് ഇത്തരത്തിലുള്ള പല കലാരൂപങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ തനിമയുള്ള കലാരൂപങ്ങളെല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അത്തച്ചമയ ഘോഷയാത്രയാണ് നടന്നു വരാറ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുലികളിക്കുള്ള ഒരു സംഘം, തൃശ്ശൂരിൽ നിന്നുള്ള പുലികളി സംഘം ഇവിടെ എത്തി അവർ പുലിയുടെ വേഷം കെട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഒപ്പം തന്നെ ഈ അത്തനഗറിലുള്ള ഈ ചമയങ്ങൾ ഒരുങ്ങുന്ന സ്ഥലത്ത് മറ്റ് കലാരൂപങ്ങൾ, പടയണിയുടെ ഉണ്ട്, ഒപ്പം തെയ്യത്തിൻ്റെ ഉണ്ട്, മറ്റ് കലാരൂപങ്ങളൊക്കെ എല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏതായാലും ഒരു വേഷമിട്ട് നിൽക്കുന്ന ഒരു പുലി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എവിടെ നിന്നാണ് നിങ്ങൾ? ഞങ്ങൾ വിയ്യൂർ സെൻറ്റർ. അവിടെ പുലികളിക്ക് ഇറങ്ങുന്ന വിയ്യൂർ സെൻറ്റർ ഞങ്ങൾ എല്ലാ കൊല്ലം ഇറങ്ങണ സംഘമാണ്. ഈ കൊല്ലം ഫസ്റ്റ് അടിക്കുന്നുള്ള എല്ലാ തീരുമാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങണത്. നമ്മൾ ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തു? അനവധി വട്ടം വന്നിട്ടുണ്ട്. എങ്ങനെ, നിങ്ങൾ എപ്പോൾ തുടങ്ങിയതാണ് ഈ മേക്കപ്പ്? ഞങ്ങളൊരു 4 മണിക്ക് തുടങ്ങി. ഞങ്ങൾ അവിടുന്ന് ഇന്നലെ രാത്രി പോന്നു. 8:30 അവിടുന്ന് പോന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ 4 മണി തൊട്ട് ഞങ്ങൾ വേഷമിട്ട് തുടങ്ങി. എത്ര സമയമൊക്കെ എടുക്കും ഇങ്ങനെ ഒരു വേഷമൊക്കെ? ആൾക്ക് 3 മണിക്കൂറോളം പിടിക്കും. കാരണം ഉണങ്ങിയതിനനുസരിച്ചാണ് നമ്മളത് വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഹാഫ് ആയി കഴിഞ്ഞാൽ അടുത്ത ആളെന്നെ വിളിക്കും. അങ്ങനെ ഒരാൾക്ക് 3 മണിക്കൂറോളം വരും. എത്ര പേരുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഇതിലെത്ര 20 പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ അത്തച്ചമയത്തിന് ഞങ്ങൾ കഴിഞ്ഞ പല വട്ടം ഇവിടെ വന്നിട്ട് ഞങ്ങൾ അത്തച്ചമയത്തിന് വന്ന് പോയിട്ടുള്ള ആൾക്കാരാണ്. ഏതായാലും 20 പേരടങ്ങുന്ന അത്തച്ചമയത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ഒരു സംഘം, അത് പുലികളി സംഘത്തിൻ്റെ തയ്യാറെടുപ്പുകൾ, ആ ഒരുക്കങ്ങൾ നമ്മൾ കണ്ടു. അതേ സമയത്ത് തന്നെ ഈ സ്ഥലത്ത് ഈ അത്തച്ചമയ ഈ അത്ത നഗറിൽ മറ്റ് കലാരൂപങ്ങളുടെ അവരുടെയും തയ്യാറെടുപ്പുകൾ കാണാം. ഒരു ഭാഗത്ത് തെയ്യത്തിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്, പടയണിയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെയെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു തെയ്യ സംഘത്തിൻ്റെ സമീപത്തേക്ക് നമ്മളെത്തി. ചേട്ടാ, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ മായന്നൂർ. നമ്മളിത് തെയ്യമല്ലേ? തെയ്യം. ഇതിപ്പോൾ എത്ര കലാകാരന്മാരുണ്ട്? ഞങ്ങളിതിൽ 5 കലാകാരന്മാർ. ഇവരുടെ എല്ലാവരുടെയും മേക്കപ്പ് ഒക്കെ പുരോഗമിക്കും? തുടർന്നുകൊണ്ടിരിക്കണം. എത്ര സമയം എടുക്കും? ഞങ്ങൾ ഒരു 3 മണിക്കൂർ. ഈ തയ്യാറെടുപ്പുകൾ തെയ്യത്തിന്റെ സംഘം അവരുടെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. ഒപ്പം പരസ്പരം ചായം പൂശുകയാണോ കിരൺ? ഈ 5 പേർ, ഇപ്പോൾ കാണിച്ച 5 പേർ തന്നെയാണോ ഈ സംഘത്തിലുള്ളത്? പരസ്പരം ചായം പൂശുകയാണോ? അതൊന്ന് ആ കാര്യം അവരിൽ നിന്ന് തന്നെ ഒന്ന് വ്യക്തമാക്കാം. അങ്ങനെയും കാണുന്നുണ്ട്, പരസ്പരം ചായം പൂശുന്നതായിട്ടുള്ളതും കാണാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം ഇറങ്ങാറ്? പരസ്പരം ചായം പൂശി ഒരുമിച്ച്. മേക്കപ്പ് അതിനുവേണ്ടി പ്രത്യേക ആരെങ്കിലും ഉണ്ടോ? മേക്കപ്പ് ചെയ്യേണ്ട ആളാണ് മേക്കപ്പ് ചെയ്യുന്നത്. ചേട്ടനും കലാകാരനാണെന്ന് തോന്നുന്നത് അല്ലേ? ചെറുതായിട്ട് വേഷമിട്ട്. ഇത് ചേട്ടനും അത് ആരാ മേക്കപ്പ് ഇട്ട് തന്നത്? സ്വയം തന്നെ കേട്ടോ. ഓക്കെ, എന്തായാലും
ഇവരുടെ മേക്കപ്പ് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പുറത്ത് വഞ്ചിപ്പാട്ട് സംഘമുണ്ട്. ഇങ്ങനെ ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ്, അവരുടെ അവസാനവട്ട തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴത്തേക്കും ഏതായാലും സംസ്ഥാനത്തിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഈ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തച്ചമയത്തോടു കൂടിയാണ് ഈ ഓണാഘോഷങ്ങൾക്കെല്ലാം തന്നെ തുടക്കമാകുന്നത്. ഇന്നലെ ഈ രാജകുടുംബത്തിൽ, കൊച്ചി രാജകുടുംബത്തിൻ്റെ പക്കലിൽ നിന്ന് തൃപ്പൂണിത്തുറ നഗരസഭ അധികാരികൾ അത്തപ്പതാക ഏറ്റുവാങ്ങിയിരുന്നു. അത് അത്ത നഗറിലേക്ക് ഇന്നലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി തന്നെയാണ് ഈ തവണത്തെ ഓണാഘോഷങ്ങൾക്കെല്ലാം തന്നെ തുടക്കമാകുന്നത്. ഏതായാലും ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ അത്തച്ചമയ ഘോഷയാത്രകളൊക്കെ ഒഴിവാക്കണം എന്നുള്ളൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയ ഒരു സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറ അത്തച്ചമയവും ഒഴിവാക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതൊരു ആചാരമായിട്ട് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി തന്നെ നടത്തി വരുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം ഒഴിവാക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ ലളിതമാക്കി നടത്തുകയും കൂടാതെ ഈ അത്തച്ചമയത്തിനായിട്ട് ശേഖരിക്കുന്ന ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന എന്നുള്ളൊരു തീരുമാനം കൂടി ഏതായാലും ഇത്തവണത്തെ അത്തച്ചമയത്തിന് എടുത്തിട്ടുണ്ട്.